സർ, കൂട്ടക്കൊലപാതകങ്ങൾ പെരുകുന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് സർ? കേരളത്തിൽ ഇന്ന് ക്യാമ്പസുകളിൽ റാഗിങ്ങുകൾ വ്യാപകമാണ്. ആരാണ് സാർ റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത്? ക്ഷമിക്കണം സാർ, SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം റാഗിങ്ങിന് നേതൃത്വം കൊടുക്കും. കേരളത്തിലെ കലാലയങ്ങളിൽ സാർ വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്നത് ആരാണ് സാർ? ഞാൻ വായിക്കാം സാർ. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു കൊന്നത് ആരാണ് സാർ? എന്റെ കയ്യിൽ പേരുകളുണ്ട്, ഞാൻ വായിക്കുന്നില്ല. ആരാണ് കൊന്നത്? അവരുടെ സ്ഥാനം എന്താണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. SFIയുടെ സമ്മേളനത്തിൽ അങ്ങ് പോയപ്പോൾ അങ്ങ് പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ തുടർന്നാൽ മതി, ഒരു മാറ്റം ഉണ്ടാകണ്ട എന്നങ്ങ് പറഞ്ഞു. അങ്ങക്ക് അവരെ ഒന്ന് നിയന്ത്രിക്കാമായിരുന്നു. അന്ന് അങ്ങ് കേരളം അങ്ങേ കാണുന്ന മുഖ്യമന്ത്രിയായിട്ടാണ്. അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കെതിരായി അങ്ങക്കൊരു വാക്ക് പറയാമായിരുന്നു. അങ്ങ് അത് പറയാത്തതിൽ കേരളത്തിന് പ്രയാസമുണ്ട് സാർ. സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും എന്താണ് സാർ നമ്മളെ പഠിപ്പിക്കുന്നത്? രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും സർവകലാശാലകളും ഗൗരവത്തോടെ ചിന്തിക്കണമെന്ന് തന്നെയല്ലേ പഠിപ്പിക്കുന്നത്? സാർ, ഈ കൂട്ടക്കൊലപാതക പരമ്പരകൾ സമൂഹത്തെ തന്നെ സൃഷ്ടിയാണ്. അത് ഒറ്റപ്പെട്ട സംഭവമല്ല. പലപ്പോഴും ഭരണകൂടവും പാർട്ടിയും ഇത്തരം സംഭവങ്ങളെ ഒറ്റപ്പെട്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോഴും ആ കൊലപാതക പരമ്പരകൾ സമൂഹത്തിന്റെ വൈകല്യത്തെയാണ് സാർ പ്രകടിപ്പിക്കുന്നത്. സാർ, ചില നിരീക്ഷണങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കൊലപാതക പരമ്പരകൾ, കൊലപാതകം തെറ്റല്ല, കൊലപാതകത്തിൽ ആത്യന്തികമായി ഉണ്ടാകുന്ന ശിക്ഷ മാത്രമാണ്. ഇത് വലിയ കാര്യമൊന്നുമല്ല. ഈ നിരീക്ഷണത്തിൽ നിന്ന് പ്രാമുഖ്യം ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു. സാർ, സൈക്കോ പത്തോളജിക്കൽ സിറ്റുവേഷൻ സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യജീവനും മനുഷ്യ മാംസത്തിനും വിലയില്ല എന്നും അറവുമാടുകളെ പോലെ പറിച്ച് കീറാനും കുത്തിക്കീറാനും വെട്ടി നുറുക്കാനും ഒരു സംഗതിയാണെന്നും അത് തെറ്റല്ലെന്നും ഒരു സന്ദേശം ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സാർ, 51 വെട്ടുവെട്ടി EP ചന്ദ്രശേഖരനെ കൊന്നപ്പോൾ കേരളം ഞടുങ്ങിയതായിരുന്നു സാർ. സാർ, മുഖത്ത് 41 വെട്ടായിരുന്നു EP ചന്ദ്രശേഖരൻ ഏറ്റത്. സാർ, അന്ന് കോഴിക്കോട് സെഷൻസ് കോടതി ഒരു വിധി, നാരായണ പിഷാരടിയുടെ ഒരു വിധി ഞാൻ വായിക്കാം. The murder of this case was cold-blooded, pre-planned and brutal. The motive of the crime was not any personal enmity. Manner in which the murder was committed reveals extreme depravity. The action of the accused not only was inhuman, but ruthless, barbaric, and it shocked not only the judicial conscience, but the collective conscience of the society. സമൂഹത്തിന്റെ മൊത്തം മനസാക്ഷിയെ പിടിച്ചുകൊലിക്കിയ ഒരു സംഭവത്തെ പറ്റിയാണ് സാർ കോടതി പറഞ്ഞത്. സാർ, നമ്മൾ ആലോചിക്കണം, ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് എന്ത് പരിഗണനയാണ് ഗവൺമെന്റ് നൽകിയത്? സുപ്രീം കോടതി വരെ പോയി. TP കേസിലെ 10 കുറ്റവാളികൾ 3 പേർക്ക് 1000-ലധികം ദിവസങ്ങൾ പരോൾ കൊടുത്തു സാർ ഈ ഗവൺമെന്റ്. C. രാമചന്ദ്രൻ 1081. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് കൊടുത്ത മറുപടിയാണ്. KC രാമചന്ദ്രൻ 1081 ദിവസം, പ്രൊഫസർ മനോജിന് 1061 ദിവസം, അണ്ണൻ സജിത്തിന് 1078 ദിവസം. ഏകദേശം ഈ കൊലപാതകികൾ 3 വർഷം ജയിലിന് പുറത്തായിരുന്നു. എന്താണ് പറഞ്ഞത്? ടൈം ടു സ്പെൻഡ് വിത്ത് ദ ഫാമിലി മെമ്പേഴ്സ്. EP ചന്ദ്രശേഖരന് ഫാമിലി ഇല്ലായിരുന്നു സാർ. ഈ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയ ആളുകൾ, അവർക്ക് 3 വർഷം പരോൾ കൊടുത്തപ്പോൾ എന്ത് സന്ദേശമാണ് നിങ്ങൾ ഇതിലൂടെ നൽകുന്നത് എന്നാണ് എന്റെ ചോദ്യം. സമൂഹത്തിന് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ്? കൊലപാതകം നടത്തിക്കൊള്ളുക, ഗവൺമെന്റിൽ സ്വാധീനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുമുള്ള സംരക്ഷണം ലഭിക്കും. കാപ്പ കേസിലെ പ്രതിയെ പത്തനംതിട്ടയിൽ മാലയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു മന്ത്രിയെ കണ്ട് കേരളം ലജ്ജിച്ച് തലതാഴ്ത്തി സാർ. സർ, നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായ PP ദിവ്യയെ ജയിൽ മോചിതയായപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ജയിലിന്റെ പുറത്ത് സ്വീകരിക്കുന്നു. കൃപേഷ് ശരത്ലാലിനെ കൊലപാതകത്തിൽ ഉത്തരവാദികളായ പ്രതികൾക്ക് മാലയിട്ട് ഓപ്പൺ ജയിലിൽ ആനയിക്കുന്നു. സർ,
മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്?